ഡോക്ടർ ജി വി ഹരി, താങ്കൾ എങ്ങനെ കാണുന്നു ഇന്ന് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവിനെ? മഞ്ജുഷ്, ഞാൻ ഈ ഉത്തരവ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി. ഇതിനകത്ത് വളരെ സിസ്റ്റമാറ്റിക് ആൻഡ് ഒരു ഹിസ്റ്ററിയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വിധി പകർപ്പാണ് വന്നിട്ടുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ഒരു ചർച്ചയിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, SFIയുടെ റിപ്പോർട്ട് പൂർണ്ണമായി വായിക്കുകയും നന്നായി ആ കാര്യങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്ത ഒരാൾക്കും ഇതിനകത്ത് ഒരു മണി ലോണ്ടറിങ് ഇൻവോൾവ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അത്ര വ്യക്തമായി വളരെ കൃത്യമായി ടാബുലർ ഫോമിൽ അതോടൊപ്പം തന്നെ ഓരോ കാര്യങ്ങളും അപ്പൻഡിക്സിനകത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള 166 പേജുള്ള റിപ്പോർട്ട് വായിച്ചാൽ ഒരു കോടതിക്ക് കോടതിയുടെ കാര്യം പോട്ടെ, സാധാരണക്കാരനായിട്ടുള്ള ഒരാൾക്ക് അത്യാവശ്യം ഈ കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ പ്യുവർ കേസ് ഓഫ് മണി ലോണ്ടറിങ് ആണെന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഞാൻ ഈ മണി ലോണ്ടറിങ്ങിനകത്ത് പല ഘട്ടങ്ങളും പല ഘടകങ്ങളും ഒക്കെ ഉണ്ട്. അതിനകത്ത് 3-4 തരത്തിൽ ഇത് പറയുന്നുണ്ട്. ഒന്നൊരു പ്ലേസ്മെൻ്റാണ്, അതായത് ഇനീഷ്യൽ ഇഞ്ചക്ഷൻ ഓഫ് ഡേർട്ടി മണി ഇൻ ടു ദ ലെജിറ്റിമേറ്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക്. അത് 2 ലെയറിങ്. ഇതിനകത്ത് വളരെ കൃത്യമായി നടന്നിരിക്കുന്ന ലെയറിങ് എന്ന് പറയുന്ന പ്രോസസ്സാണ്. മൂവിങ് ഫണ്ട്സ് അറൗണ്ട് ത്രൂ മൾട്ടിപ്പിൾ കോംപ്ലക്സ് ആൻഡ് സീക്രട്ടറി ട്രാൻസാക്ഷൻസ്, ഷെൽ കമ്പനീസ്. ഇതാണ് ഇതിനകത്ത് കൃത്യമായിട്ട് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് മൂന്നാമത്തത് ഇൻ്റഗ്രേഷനാണ്. ഇങ്ങനെ ഉണ്ടാക്കി വെളുപ്പിച്ചെടുത്ത പണത്തെ പിന്നെ ലെജിറ്റിമേറ്റായിട്ട് യൂസ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ഈ 2 കമ്പനികളും ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളാണ് എന്നുള്ളത് വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് SFIയുടെ റിപ്പോർട്ടിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. SFIക്ക് അതിനകത്ത് ഒരു തരത്തിലും അറസ്റ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. കാരണം അവരുടെ ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു അധികാര പരിധി അത്ര മാത്രമേ വരുന്നുള്ളൂ. അവർ കണ്ടെത്തേണ്ടത് നമ്മൾ വളരെ കൃത്യമായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഇത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത തലത്തിലേക്ക് പോകേണ്ടത് ഇഡിയാണ്. ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാര്യം പറഞ്ഞുകൊണ്ടാണ് CMRL ഇതൊരു കേസുമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിലവിലെ ചില നിയമങ്ങൾക്കനുസരം ECIR എന്ന് പറയുന്നതിന് FIR ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ അവിടെ നമ്മളത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവരെ അറിയിച്ചിട്ട് പോലും ED ലോക്കൽ പോലീസിനെ ഈ വിവരം വളരെ കൃത്യമായിട്ട് അറിയിച്ചിട്ട് പോലും എന്തുകൊണ്ട് FIR ഇട്ടില്ല എന്ന ചോദ്യം കൂടി ഇവിടെ വളരെ പ്രസക്തമായിട്ട് വരികയാണ്. അതായത് കുറ്റകൃത്യമില്ല എന്ന് എന്തുകൊണ്ട് പോലീസ് നിലപാടെടുത്തു എന്ന്. അതെ, ഇതിനകത്ത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ട് പോലും ED പോലീസിനെ അറിയിച്ചിട്ട് പോലും എന്തുകൊണ്ട് FIR ഇട്ടിട്ടില്ല, പോലീസ് എന്തുകൊണ്ട് ഇതിനകത്തൊരു ബേസിക് ആയിട്ടുള്ളൊരു FIRലേക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മൾ കാണേണ്ടത് സ്വജനപക്ഷപാതം നടന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് ആ കാര്യത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിവിൽ നടപടികളെ EDക്ക് എടുക്കുവാൻ കഴിയുകയുള്ളൂ. നിലവിൽ അതേ പറ്റത്തുള്ളൂ. നിലവിൽ അങ്ങനെ അത് പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ അവർ പറഞ്ഞല്ലോ, അവരുടെ ഇപ്പോൾ തന്നെ വീണയുടെ ഒരു അക്കൗണ്ട് അവർ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതുമായി ബന്ധപ്പെട്ടവർക്ക് മുന്നോട്ട് പോകാം. കാരണം അവരുടെ കയ്യിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ റെയ്ഡ് കൂടി കഴിഞ്ഞതിന് ശേഷം അവർക്ക് വളരെ നിർണായകമായ ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ വീണ്ടും പോലീസിനെ ഇക്കാര്യം അറിയിക്കാം, അങ്ങനെ FIRലേക്ക് പോവുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ അറസ്റ്റിലേക്കും പോകാം. തീർച്ചയായും നിലവിലെ സാഹചര്യത്തിൽ ECIRന്റെ ബലത്തിൽ ഇപ്പോൾ സിവിൽ നടപടികളിലേക്ക് പോകാൻ കഴിയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്. അതിന് യാതൊരു തടസ്സവുമില്ല. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.